എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ NIOS +2 വിദ്യാർത്ഥികളുടെ പുതിയ സിലബസ് അനുസരിച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് കോഡ് നമ്പർ 315. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ചോദ്യപേപ്പർ എപ്രകാരമാണ്, അല്ലെങ്കിൽ ഏത് ചാപ്റ്റേഴ്സിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് എപ്രകാരമാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. ശ്രദ്ധിക്കുക, NIOS +2 വിദ്യാർത്ഥികളുടെ ഹിസ്റ്ററി സബ്ജക്റ്റ് കോഡ് നമ്പർ 315. ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്ന സമയം 3 മണിക്കൂറാണ്. 100 മാർക്കിലായിരിക്കും നമ്മുടെ പരീക്ഷ നടത്തപ്പെടുന്നത് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളിവിടെ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ ഹിസ്റ്ററി ചോദ്യ പേപ്പറിൽ ഫസ്റ്റ് സെക്ഷനിലെ ചോദ്യം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് അതിനകത്ത് പെടുന്നത്. അതായത് MCQ ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മാച്ച് ദി കോളം, പാരഗ്രാഫ് ഓർ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ട്രൂ ഓർ ഫോൾസ് ഉണ്ടാവും. ഇതുപോലുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ആ ഒരു വിഭാഗമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഹിസ്റ്ററിയിൽ പ്രസ്താവന ചോദ്യങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നിങ്ങൾക്കറിയാം ഏതെങ്കിലുമൊക്കെ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തന്നിട്ട് അത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക, അതുപോലെ തന്നെ മാച്ച് ദി കോളം, അതായത് ചേരുംപടി ചേർക്കുക. ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ MCQ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക, ശരിയായ പ്രസ്താവന ഏത്, തെറ്റായ പ്രസ്താവന ഏത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ 20 ചോദ്യങ്ങൾ ഉണ്ടാവും, അതായത് MCQ ടൈപ്പ് ചോദ്യങ്ങൾ 20ഉം ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സബ്പാർട്ടായിട്ടുള്ള രീതിയിലൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു 15 ചോദ്യങ്ങളുണ്ടാവും. ഓരോ ചോദ്യങ്ങളും ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് 1 മാർക്കിൻ്റെ ചോദ്യങ്ങളും 2 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഈ രീതിയിലായിരിക്കും നമ്മുടെ ചോദ്യപേപ്പർ. മനസ്സിലാവുന്നുണ്ടല്ലോ? MCQ ടൈപ്പിന് ഓരോ മാർക്കായിരിക്കും ലഭിക്കുന്നത്. അതിനുശേഷം നമ്മുടെ മാച്ച് ദി കോളം, അതുപോലെ തന്നെ ട്രൂ ഓർ ഫോൾസ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ 2 മാർക്കായിരിക്കും ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് 50 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. 50 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. 50 ചോദ്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 50 മാർക്കാണ് കേട്ടോ. ആദ്യത്തെ സെക്ഷനിൽ 50 മാർക്ക് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. കിട്ടിയല്ലോ? ഇനി അടുത്ത നോക്കിയേ, അടുത്ത എന്താണ്, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എത്ര എണ്ണമാണ്? 6 ചോദ്യങ്ങളായിരിക്കും വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതിന് ഓരോന്നിനും 2 മാർക്ക് വീതമായിരിക്കും ലഭിക്കുന്നത്. അങ്ങനത്തെ 12 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഈ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണമായിരിക്കും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതിന് ഓരോന്നിനും 3 മാർക്കായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ടോട്ടൽ നമുക്ക് എത്രയാണ്? 18 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 3 എണ്ണം ഉണ്ടാവും. അതായത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 3 എണ്ണം ഉണ്ടാവും. ആ 3 എണ്ണത്തിന് ഓരോന്നിന് എത്ര മാർക്കാണ് ലഭിക്കുന്നത്? 5 മാർക്കാണ് കേട്ടോ. 5 മാർക്കാണ് ലഭിക്കുന്നത്. അങ്ങനെ 15 മാർക്കിൻ്റെ ചോദ്യമാണ് എസ്സേ ടൈപ്പിൽ നമുക്ക് വരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ഹിസ്റ്ററി ആകുമ്പോൾ ഒരു മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ കമ്പൾസറി ആയിട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് അതായത് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് അങ്ങനത്തെ ഒരു ചോദ്യമായിരിക്കും ഉണ്ടാവുക. അതിന് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 5 മാർക്കാണ് കേട്ടോ. ടോട്ടൽ 5 തന്നെ. മനസ്സിലായല്ലോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ടോട്ടൽ 51 ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവും. പ്ലസ് നമുക്ക് എന്താണ്, 100-ലായിരിക്കും ഇതിൻ്റെ മാർക്ക് വരുന്നത്. തിയറി എക്സാമിനേഷൻ 100-ലായിരിക്കും നടത്തപ്പെടുന്നത്. ഇനി നമ്മുടെ ഓരോ മൊഡ്യൂൾസിൻ്റെ വെയിറ്റേജ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ +2 വിദ്യാർത്ഥികളായാലും 10th വിദ്യാർത്ഥികളാണെങ്കിലും മൊഡ്യൂൾ മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട്. അതല്ലാതെ കുറേ ചാപ്റ്റേഴ്സും കുറേ സിലബസും നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാർക്ക് സ്കീം അതിൽ നമുക്ക് ക്ലിയർ ആകത്തില്ല. സോ ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും അത് മൊഡ്യൂൾ മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കുക. ഒരു മൊഡ്യൂളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഓരോ വിദ്യാർത്ഥിയും ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മുടെ ഹിസ്റ്ററിയിൽ നമുക്കറിയാം ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഏൻഷ്യൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളാണ് അല്ലേ. ആ ഒരു മൊഡ്യൂളിൽ 20 മാർക്കാണ് നമുക്ക് വെയിറ്റേജ് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് മൊഡ്യൂൾ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 20 മാർക്ക് തന്നെയാണ്. അതിനുശേഷം നമുക്ക് വരുന്ന തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യയാണ്. 15 മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ്. 4ാമത്തെ
മൊഡ്യൂൾ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കണ്ടംപററി ഇന്ത്യ ആണ്. 15 മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ് വരുന്നത്. അതിനുശേഷം 5ാമത്തെ മൊഡ്യൂളായിട്ടുള്ള കണ്ടംപററി വേൾഡ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. സോ അതിനും 15 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഇനി അടുത്ത നമ്മുടെ ഓപ്ഷണൽ മൊഡ്യൂൾസ് ആണ്. ഫസ്റ്റ് ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. 2ാമത്തെ ഓപ്ഷണൽ മൊഡ്യൂൾ കൾച്ചർ ഇൻ ഇന്ത്യ ആണ്. സോ ഈ ഒരു ഓപ്ഷണൽ മൊഡ്യൂളിന് നമുക്ക് 15 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അപ്പം ഇതെന്തിനാണ് ഈ വെയിറ്റേജ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കി വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആദ്യം നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പം ഏത് മൊഡ്യൂൾസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്? ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും. അതായത് NOS +2 പഠിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ 2 മൊഡ്യൂള് കമ്പൾസറി ആയിട്ട് അല്ലെങ്കിൽ നല്ല വൃത്തിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടും? 40 മാർക്ക് കിട്ടും. നമുക്ക് പാസ്സാകാൻ 26 മാർക്ക് മതി അല്ലേ? അപ്പം നല്ല വൃത്തിക്ക് ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു മൊഡ്യൂളിനാണ് കൂടുതൽ വെയിറ്റേജ്. അതായത് 40 മാർക്കിൻ്റെ ചോദ്യങ്ങളും നമുക്ക് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിൽ നിന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അതിനുശേഷം വരുന്ന മൊഡ്യൂൾസ് എല്ലാം, അതായത് 3ാമത്തെ മൊഡ്യൂള്, 4ാമത്തെ മൊഡ്യൂള്, 5ാമത്തെ മൊഡ്യൂള് ഇല്ലേ, പിന്നെ 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഓപ്ഷണൽ മൊഡ്യൂളാണ്. ഏതെങ്കിലും ഒരു മൊഡ്യൂൾ നിങ്ങൾ പഠിച്ചാൽ മതി. അതും സെലക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ സിലബസ് നോക്കി വേണം പഠിക്കാനായിട്ട്. അപ്പം ഇത്രയും മൊഡ്യൂൾസ് 3 തൊട്ട് 6 വരെയുള്ള ആ ഒരു ഓപ്ഷണൽ മൊഡ്യൂളും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ മൊഡ്യൂൾസിനും എത്ര മാർക്ക് വീതമാണ്? 15 മാർക്ക് വീതമാണ് ലഭ്യമാകുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഈ ഒരു വെയിറ്റേജ് നോക്കി വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പം ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും നന്നായിട്ട് പഠിച്ചോളൂ. അതിൽ നിന്ന് 40 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. ബാക്കി എല്ലാ മൊഡ്യൂൾസിൽ നിന്നും 15 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക കേട്ടോ. ടോട്ടൽ 100 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. അപ്പം ഇനി അതിന് ശേഷം പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽറ്റി ലെവലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണമെന്നില്ല. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ആവറേജ്, ഈസി അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഡിഫിക്കൽറ്റി ലെവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ കേട്ടോ. പക്ഷേ നമ്മൾ മെയിനായിട്ടും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ 2ാമത്തെ സെക്ഷൻ തൊട്ടാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എപ്രകാരമാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അതോടൊപ്പം തന്നെ മൊഡ്യൂളിൻ്റെ ബേസ് ചെയ്തിട്ട് വെയിറ്റേജ് എപ്രകാരമാണ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കാം. നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ പുതിയ ട്യൂഷൻ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ 2024 ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് എവിടെയുള്ള വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മുടങ്ങിപ്പോയ SSLC +2 പഠനം പൂർത്തീകരിക്കാൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. അപ്പോൾ നിർത്തുന്നു. NOS സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്